ഞാൻ ACL സർജറി കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ക്രൈറ്റീരിയ റിട്ടേൺ ടു സ്പോട്ട് മീറ്റ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത്. അപ്പം ഇത് തിയറിറ്റിക്കലി പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒരാളുടെ പേഴ്സൺ ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു ജേർണി അയാൾ അത് കൊണ്ടുപോകാനുള്ള ഒരു റെഡിനെസ്സാണ് ഇതിൻ്റെ അകത്ത് മെയിൻ തിങ്. മനസ്സിലായി? മേ ബി ലാക്ക് ഓഫ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ബിക്കോസ് ഒരു കോമൺ മാനോട് പറയുക ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് സിംഗിൾ ഹോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോർക്കും ഇത് ഓവർ എക്സസബേഷൻ ആണ്. പക്ഷേ അതൊരു എലൈറ്റ് അത്ലറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കി ചെയ്യും. സോ ദർ ഇസ് എ ഡിഫറൻസ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മേ ബി ഇതിൻ്റെ അകത്ത് സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ ഉണ്ട്. പ്രീ സർജറി തന്നെ ആ ഒരു ജേർണി ടു റിട്ടേൺ ടു സ്പോട്ട് ആ ഒരു മാപ്പ് ഷുഡ് ബി വെരി ക്ലിയർ. അപ്പം ആ മാപ്പിൻ്റെ അകത്ത് ഈ ഒരു റിട്ടേൺ ടു സ്പോട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് ക്രൈറ്റീരിയ. മേ ബി ആസ് എ സർജൻ എൻ്റെ ഇതിൽ പെയിൻ ഫ്രീ ആയിരിക്കണം, പേഷ്യൻറ്റ് ഷുഡ് വാക്ക് ഇമ്മീഡിയറ്റ്ലി, മൊബിലൈസ് ഇമ്മീഡിയറ്റ്ലി ആയിരിക്കും. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ഞാൻ കാണുന്നത് കുറവായിരിക്കാം. മേ ബി പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നതും കുറവായിരിക്കാം. ബട്ട് ആസ് എ സർജൻ മേ ബി ഒരു സർജറിക്ക് മുമ്പേ ഇറ്റ് ഷുഡ് മൈ ഡ്യൂട്ടി ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ആ ഒരു ഇമ്പോർട്ടൻസ്. ആ ഒരു പോയിന്റ് പ്രീ ഓപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അവയർനെസ്. ഞാനൊരു 5 മിനിറ്റ് പ്രീ ഓപ്പ് സർജറിക്ക് മുമ്പ് പറയുന്നത് മേ ബി ഒരു 1 മന്ത് കഴിയുമ്പോൾ പുള്ളി മറക്കാം. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് ആ ഒരു അത്ലറ്റിൻ്റെ മനസ്സിലോട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും വിസിറ്റിലും ആ മാപ്പ് നമ്മൾ കൊടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മേ ബി പുള്ളിക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ, അത് പ്രാക്ടിക്കലി നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഈ സർവീസുകൾ ഡിസേർവിങ് അല്ലേ?